അങ്ങനെ ഇസ്താംബുൾ ടൗണിലെ രണ്ടാമത് ദിവസമാണ്. രാവിലെ നേരത്തെ തന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. തൊട്ടടുത്തുള്ള സ്ട്രീറ്റുകളിലുള്ള കാഴ്ചകളൊക്കെയാണ് കാണാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രീറ്റും മെട്രോ സ്റ്റേഷനും അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ഫെറി സ്റ്റേഷൻ, പിന്നെ റോഡിലെ കാഴ്ചകൾ, ഇതൊക്കെ രാവിലെ നേരത്തെ തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ സ്ഥലവും നമുക്ക് ഒരു പ്രത്യേക ഭംഗിയിലാണ് ഈ ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. റോഡുകളാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ വളരെയധികം നീറ്റായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്ക് ഈ യാത്രയിലൂടെ മനസ്സിലായത്, പുതിയ ബിൽഡിങ്ങുകൾ പലതും പണിയുന്നുണ്ടെങ്കിലും അതൊരു പഴയ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ അല്ലെന്നുണ്ട് പറഞ്ഞാൽ ഫിനിഷിങ് പഴമ തോന്നിക്കുന്ന പോലുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ മിക്കതും പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ടെസ്ല കാറ് കണ്ടു. ഒരു കൗതുകത്തോടെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് മെട്രോ റോഡിലൂടെ പോകുന്നത് കാണാം. ഫെറി സ്റ്റേഷനാണ്. ഫെറിയിലൂടെ യാത്രയൊന്നും ചെയ്തില്ല എങ്കിലും ജസ്റ്റ് ഫെറി ബോട്ടുകൾ പോകുന്നതും ഒക്കെ ഒന്ന് നോക്കി നിന്നു. ഈ റൂം എടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്, നടക്കാനൊരു 2 കിലോമീറ്റർ അത്രയൊക്കെ വന്നുള്ളൂ. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. 10 മണി വരെയാണ് മിക്ക ഹോട്ടലുകളിലും ബ്രേക്ക്ഫാസ്റ്റ് അലൗഡ് ആയിട്ടുള്ളത്. രാവിലെ ഒരു 8 മണി മുതൽ 10 മണി വരെയാണ്. തുർക്കിയുടെ തന്നെ തനതായ ഒരു അധികം പോഷല്ല, എന്നാൽ തുർക്കിയിൽ എല്ലായിടത്തും കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡ്, അതുപോലെ തന്നെ കുക്കുംബർ, പുഴുങ്ങിയ മുട്ട, അങ്ങനെയുള്ള ന്യൂട്ടല്ല, ജാം, അങ്ങനെയുള്ളതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നടന്ന് നേരെ ഗലാട്ട ടവറിലേക്കാണ് പോയത്. ഗലാട്ട ടവർ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വളരെ അടുത്താണ്. നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഇതിനകത്ത് എൻട്രി 30 യൂറോയാണ്. ഇവരെല്ലാം യൂറോയിലാണ് പറയുന്നത്. ഇവരുടെ കറൻസി ലിറയാണെങ്കിലും ഇൻഫ്ലേഷൻ കാരണം ഇവർ കൂടുതലും അക്സെപ്റ്റ് ചെയ്യുന്നത് യൂറോയിലാണ്. യൂറോയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ലിറ എത്രയാണെന്ന് അവർ പറയും. 30 യൂറോയാണ് പറയുന്നത്. നാട്ടിലെ ഏകദേശം ഒരു 3000 രൂപയ്ക്ക് അടുത്ത് വരും എൻട്രി ഇതിനകത്ത്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റും കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ നടക്കുകയാണ്. ഇനി ചെക്ക് ഔട്ട് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ.